നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ടിപ്പുവിൻ്റെ കഥ എന്താ നിർത്തിയെന്ന്. ഇടയ്ക്കൊരു ദിവസം മുടങ്ങിയുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ നിർത്തിയിട്ടില്ല, നമ്മളെ ഭയപ്പെടുത്തിയിട്ടുമല്ല, ഭയന്നതുകൊണ്ടുമല്ല, കഥ നമ്മൾ തുടരുകയാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം, ഈ ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് കടന്നു വന്നു, നമ്മുടെ ആലുവ വരെ എത്തി, ഒരുപാട് ഹിന്ദുക്കളെ ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട്. ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെ മാത്രമേ ഉപദ്രവിച്ചിട്ടുള്ളൂ. അക്കാലത്ത് ടിപ്പു വരുന്ന വഴിയിലൊക്കെ ക്രൈസ്തവ ദേവാലയങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരോട് ടിപ്പു എങ്ങനെയാണ് പെരുമാറിയത്? ടിപ്പു കത്തോലിക്കരെ കൊന്നൊടുക്കിയത് കേരളത്തിലല്ല. കേരളത്തിലെ പള്ളികൾ ഇപ്പോൾ ആർത്താറ്റ് പള്ളി പോലെ വഴിയിൽ കണ്ട പള്ളിയൊക്കെ നശിപ്പിച്ചിട്ടൊക്കെ. ആർത്താറ്റ് അതെവിടെയാ? ആർത്താറ്റ് പള്ളി മറ്റേ തൃശ്ശൂരപ്പുറത്ത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പള്ളിയാണ്. അപ്പോൾ മംഗലാപുരത്ത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അയച്ച ജനറൽ മാത്യൂസിന് 3,30,000 രൂപ മംഗലാപുരത്തെ കത്തോലിക്കര് കൊടുത്തു എന്നുള്ള വിവരം ഭയങ്കര ശുഭിതനാക്കി ടിപ്പുവിനെ. ടിപ്പു മറ്റേ 31ാമത്തെ വയസ്സിലാണ് ഹൈദരാലി മരിച്ചിട്ട് സുൽത്താനാകുന്നത്. അപ്പോൾ 1784 ജനുവരിയിൽ ആണ് അധികാരമേൽക്കുന്നത് സുൽത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഉടനെ ഈ മംഗലാപുരത്തെ കത്തോലിക്കരെ പിടിക്കുക എന്നുള്ള പരിപാടിയിലേക്ക് ഇറങ്ങി ടിപ്പു. അപ്പോൾ 1784 മുതൽ 1799 വരെ, 99 പുറത്തിറങ്ങുക, ശ്രീരംഗപട്ടണം പിടിച്ചിട്ട് ടിപ്പുവിനെ പുറത്താക്കുകയാണ്, അപ്പോൾ കൊല്ലുകയാണ്. അപ്പോൾ 1799 വരെ 15 കൊല്ലം ഈ മംഗലാപുരത്തെ കത്തോലിക്കരെ കൊണ്ടുപോവുക, കൊല്ലുക, മതം മാറ്റുക, പീഡിപ്പിക്കുക. ഇത് 15 കൊല്ലവും തുടർന്നുകൊണ്ട്. ഇതൊന്നും പക്ഷേ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അയ്യോ, ഇത് വല്ലാത്ത കഥയാണ്. ഈ അത് രേഖകളുണ്ടോ? ധാരാളം രേഖകൾ. കാരണം ചിലരൊക്കെ വന്ന് പറയുന്നുണ്ട് ഇത് രേഖയൊന്നുമില്ല, ചുമ്മാ രണ്ടുപേരും ഇരുന്നിട്ട് വർഗീയ വിഷം സംസാരിക്കുമ്പോ എപ്പോഴും ഇന്ന പുസ്തകത്തിൽ നിന്ന് പറയാറുണ്ട്. അത് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞത് കേട്ടതായി ഭാവിക്കാതെ ചിലർ കമന്റ് ചെയ്യുന്നത് ഞാൻ തള്ളാണെന്നൊക്കെ. അങ്ങനെ ഒരു പരിപാടി എനിക്ക് ജീവിതത്തിലില്ല. അപ്പോൾ ഇത് മിനിറ്റ്സ് ഓഫ് മേജർ ജനറൽ തോമസ് മൺറോ, അതിൽ പറയുന്നതാണ്. മൺറോയാണോ? ആ മൺറോയൊക്കെ ആയിട്ട് ബന്ധമുള്ള ആൾ തന്നെയാണ് ഇദ്ദേഹം. മംഗലാപുരം കളക്ടറായിരുന്നു. അപ്പോൾ മിനിറ്റ്സ് ഓഫ് മേജർ ജനറൽ തോമസ് മൺറോയുടെ കുറിപ്പുകൾ. അതിൽ ഇമ്പാക്റ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഓൺ ഇൻ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയൻ സൊസൈറ്റി 1881 എന്ന് പറയുന്ന മിനിറ്റ്സിൽ വരുന്ന ഡീറ്റെയിൽസാണിത്. അല്ലാതെയും പുസ്തകങ്ങളിൽ ധാരാളം വന്നിട്ടുണ്ട്. ഇത് കത്തോലിക്ക പാതിരിമാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ പുണ്യാളന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത 27 കത്തോലിക്ക പള്ളികൾ തകർത്തു മംഗലാപുരത്ത്. നോസ സെനോറ ഡി റൊസാറിയോ മിലാഗ്രസ് മംഗലാപുരം, ഫാദർ മിറാൻഡാസ് സെമിനാരി അറ്റ് മോണ്ടെ മറിയാനോ സെമിനാരി, ജീസസ് മേരി ജോസ് ഓംസൂർ ചാപ്പൽ ബൊളാറിലെ ചാപ്പൽ, ചർച്ച് ഓഫ് മേരീസ് ഉള്ളാൽ ഇമ്മാക്കുലേറ്റ് കൺസീറിയോ മുൽക്കിയിൽ, സാൻ ജോസ് പെരാറിൽ, നോസ സെനോറ ദോസ് റെമേഡിയോസ് കിറം, സാവോ ലോറൻസ് കാർക്കല, റൊസാരിയോ ബാർക്കൂറിൽ, ഇമ്മാക്കുലേറ്റ് കൺസീസിയോ ബെയ്ദനൂറിൽ, പിന്നെ ഹോസ്പിറ്റല് ചർച്ച് ഓഫ് ഹോളി ക്രോസ്. അത് തകർത്തില്ല. അത് തകർക്കാതിരുന്നത് മൂഡ്ബിദ്രിയിലെ ചൗത്ത രാജാവ്, ജൈന രാജാവിൻ്റെ കീഴിലാണ് ഈ പള്ളി വരുന്നത്. അദ്ദേഹം ഇടപെട്ടത് കൊണ്ട് ആ ഹോളി ക്രോസ് പള്ളി ഈ തകർക്കലിൽ നിന്ന് മാറി നിന്നു. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം ഒറ്റപ്പെട്ട് മാറി നിന്നല്ലോ. ക്ഷേത്രത്തിലെ വിഗ്രഹം അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയി നേരത്തെ തന്നെ കൊണ്ടുപോയല്ലോ, ആക്രമണം പേടിച്ചിട്ട്. പക്ഷെ മറ്റേ ഹസൻകുട്ടി ഇടപെട്ടിട്ട് പിന്നെ ശ്രീനിവാസറാവു ഇടപെട്ടിട്ടും ആക്രമണം ഒഴിവാകുന്നുണ്ട്. ഹൈദര് വരുമ്പോൾ 10,000 പണം കൊടുക്കുന്നുമുണ്ട് ക്ഷേത്രത്തിൽ നിന്ന്. അപ്പോൾ അതോടുകൂടി അയാളുടെ ആവശ്യം തീർന്നല്ലോ.
ഈ തോമസ് മൺറോ കാനറിയിലെ ആദ്യത്തെ കലക്ടറാണ്. ഈ നമ്മൾ പറയുന്ന മിനിറ്റ്സ് 60,000 പേരെ മതം മാറ്റി എന്ന് പറയുന്നുണ്ട്. 60,000 കത്തോലിക്കരെ ഇസ്ലാമിലേക്ക് ചേർത്തു. ഇസ്ലാമിൽ കൊണ്ടുവന്ന് ആദരിച്ചു എന്നാണല്ലോ ടിപ്പു പറയാ. അങ്ങനെ ആദരിച്ചു. മംഗലാപുരം കത്തോലിക്ക സമൂഹത്തിൽ 92% പേരെയും ഇസ്ലാമിലേക്ക് മതം മാറ്റി. ഓ, അത് ശരി. 7,000 പേരാണ് രക്ഷപ്പെട്ടത്, മതം മാറാതെ അതിജീവിച്ചും പലായനം ചെയ്തും ഒക്കെ. ഫ്രാൻസിസ് ബുക്കാനൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളിൽ പറയുന്നത് 70,000 പേരെ മതം മാറ്റി എന്നാണ്. ചെറിയ വ്യത്യാസമേ കണക്കുകളിലുള്ളൂ, പലരും പറയുന്നതിൻ്റെ അകത്ത്. 80,000 ആയിരുന്നു ജനസംഖ്യ മംഗലാപുരത്ത്. അതിൽ 70,000 പേരെ മതം മാറ്റി. 10,000 പേര് രക്ഷപ്പെട്ടു. പശ്ചിമഘട്ടത്തിലെ 4,000 അടി കയറാൻ, അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്, നടത്തി കൊണ്ടുപോകും ഒക്കെയാണ്, 4,000 അടി കയറാനായിട്ട് ഇവരെ നിർബന്ധിച്ചു. മതം മാറ്റി സുന്നത്തൊക്കെ ചെയ്ത് ശേഷം കാട് വഴിയാണ് പോകേണ്ടത് ശ്രീരംഗപട്ടണത്തേക്ക്. 340 കിലോമീറ്ററാണ് മംഗലാപുരം ശ്രീരംഗപട്ടണം ദൂരം നടക്കാനുള്ളത് ഇവർക്ക്. 6 ആഴ്ചത്തെ യാത്രയായിരുന്നു. ആ യാത്ര എല്ലാവർക്കും പറ്റില്ലല്ലോ, ഈ കാട്ടുവഴി കൂടിയും ഈ മല കയറിയും. അതിൽ തന്നെ 20,000 പേര് യാത്രക്കിടയിൽ മരിച്ചുപോയി. ഓ, 20,000 പേര് 6 ആഴ്ചക്കുള്ളിൽ. 6 ആഴ്ചയിൽ ഈ ഇത്രയും മല കയറി തണുപ്പ് ഇങ്ങനത്തെ, പിന്നെ അനാരോഗ്യമുള്ള വൃദ്ധന്മാരും ഒക്കെ കാണില്ലേ ഇതിൻ്റെ അകത്ത്, മരിച്ചുപോയി. ജെയിംസ് സറെ, ബ്രിട്ടീഷ് ഓഫീസർ, ഈ തടവിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ, അദ്ദേഹത്തിൻ്റെ അനുഭവ വിവരണത്തിൽ പറയുന്നു, നമ്മളിങ്ങനെ ഓരോന്നും എവിടെ കാണുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നു. 30,000 കത്തോലിക്കരെ നിർബന്ധിത മതം മാറ്റം നടത്തി. യുവതികൾ, പെൺകുട്ടികൾ എന്നിവരെ മുസ്ലിങ്ങളുടെ ഭാര്യമാരാക്കി. പ്രതിരോധിച്ചവരുടെ അവയവങ്ങൾ വെട്ടി. മൂക്ക്, മേൽചുണ്ട്, കാതുകൾ ഇതൊക്കെ കണ്ടിച്ചു. 1784 ഫെബ്രുവരി 24 ആഷ് വെനസ്ഡേ ആയിരുന്നു ഈ അക്രമങ്ങൾ തുടങ്ങുന്നത്. ചാരബുധൻ എന്ന് പറയും, ശാരബുധൻ എന്ന് പറയും, വിഭൂതി ബുധൻ എന്നൊക്കെ കത്തോലിക്കർ പറയും. ഇത് വലിയ നോമ്പിൻ്റെ ആരംഭ ദിവസമാണ് ഈ ശാരബുധൻ എന്ന് പറയുന്നത്. അവരുടെ വിശുദ്ധ ദിവസമാണ്. അന്നാണ് ഈ പീഡനം തുടങ്ങുന്നത്. ടിപ്പു സുൽത്താൻ, സിൽവ ഗാംഗുലിം, അതിജീവിച്ച ആള് പറയുന്നത്, കാത് കണ്ടിച്ചു, മൂക്ക് കണ്ടിച്ചു, കാല് കണ്ടിച്ചു, ഒരു കൈ കണ്ടിച്ചു എന്നാണ് ടിപ്പു. ലൂയിസ് ബി ബ്യൂറി എഴുതിയ ചരിത്രത്തിൽ പറയുന്നു, ഈ ഏറ്റവും കൂടുതൽ ടിപ്പു സുൽത്താൻ പ്രാകൃതമായിട്ട് പെരുമാറിയിട്ടുള്ളത് തെക്കേ ഇന്ത്യയോടാണ് എന്ന് പറയുന്നുണ്ട്. കേരളത്തിൻ്റെ കാര്യം നമ്മൾ കുറേ പറഞ്ഞു കഴിഞ്ഞാണ്. ഗസ്നി ചെയ്തതിനേക്കാൾ, മുഹമ്മദ് ഗസ്നി ചെയ്തതിനേക്കാൾ, അലാവുദ്ദീൻ ഖൽജി ചെയ്തതിനേക്കാൾ, നാദിർ ഷാ ചെയ്തതിനേക്കാൾ ക്രൂരമായിരുന്നു ടിപ്പുവിൻ്റെ ചെയ്തികൾ എന്ന് പറയുന്നുണ്ട്. ഇനി കേരളത്തിൽ കോട്ടക്കാവ് പള്ളി, പറവൂര്, വടക്കം പറവൂര്, ഇങ്ങോട്ടുള്ള യാത്രയിൽ കാഞ്ഞൂര് സെൻറ്റ് മേരീസ്, പിന്നെ കുന്നംകുളം ആർത്താറ്റ്, സബാളൂർ, പിന്നെ കൊരട്ടി പള്ളി, ഇതൊക്കെ തകർത്ത കൂട്ടത്തിൽ കേരളത്തിൽ പെടുന്നുണ്ട്. ഇനി ഞാൻ പറയുന്നത് കൊടകിൽ 1788 ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം. കൊടകിൽ പോയിട്ടുണ്ടോ സുനിൽ? ഇല്ല. കൊടകിൽ ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ ഈ ഡൽഹിയിലൊക്കെ പോയി പല ആളുകളുടെയും ഈ ഖബറുകൾ കാണില്ലേ, ഇതുപോലെയാണ് കൊടകിലും ധാരാളം ഖബറുകൾ കണ്ടു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഇവിടെ ഇത്രമാത്രം ഖബറുകൾ വരുന്നത്? അത്യാവശ്യം ഗോത്രവർഗമൊക്കെ, ഹിന്ദു ഗോത്രവർഗം എന്നൊക്കെ പറയുന്നവരൊക്കെ താമസിച്ചിട്ടുള്ള സ്ഥലം. പിന്നെ ഈ മിഷനറിമാർ വന്നിട്ട്, ഈ ത്രിമൂർത്തി ഗുണ്ടർട്ട് എന്നൊക്കെ പറയില്ലേ, മിഷനറിമാർ വന്നിട്ട് ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ മാറ്റുന്നു ഒക്കെ ഉണ്ട്.
പക്ഷെ ഞാൻ അവിടെ ഈ ഖബറുകൾ ധാരാളം കാണും എന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഭരണാധികാരികൾ കാണും എന്നും വിചാരിച്ചിരുന്നു. അതെന്താ ഇത്രയും ഖബറുകൾ വന്നത്? അത് ഈ മതം മാറ്റവും അധിനിവേശവും നടക്കുന്നുണ്ടല്ലോ ടിപ്പുവിൻ്റെ, അത് നമ്മൾ വരിക. അപ്പോൾ ഹുസൈൻ കിർമാണി ടിപ്പു സുൽത്താൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്, ഹബീബുൾ ഹസനും എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഹുസൈൻ കിർമാണി ഇയാളുടെ കോർട്ടിയറും ആയിരുന്നു, ഇയാളുടെ സദസ്സിൽ അംഗമാണ് ടിപ്പുവിൻ്റെ. കിർമാനി എഴുതിയ ചരിത്രത്തിൽ ഈ കൊടക് അധിനിവേശം പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോർട്ടിയറുമാണ് ബയോഗ്രാഫറുമാണ് ടിപ്പു സുൽത്താൻ്റെ. ഇന്ന് നമ്മൾ പറയുന്ന കുശാൽപുര, അവിടെ 100 കണക്കിന് വീടുകൾ കത്തിച്ചു. തലക്കാവേരി, മടിക്കേരി, ഇവിടെയൊക്കെ വീടുകൾ കത്തിച്ചു. പിന്നെ റുമസ്റ്റ് ഖാൻ, കർണൂലിലെ നവാബ്, അങ്ങേര് പറഞ്ഞിട്ടുണ്ട് 40,000 കൂർഗികളെ തടവിൽ വെച്ചു ടിപ്പു. നിർബന്ധ മതം മാറ്റം നടത്തി ഈ 40,000 പേരെ. അഹമ്മദി സേനയിൽ കൂട്ടി എന്ന് പറഞ്ഞാൽ കരസേനയിൽ കൂട്ടി. കൂർഗ് വിജനമായി, കാരണം അവിടുത്തെ ആളുകൾ മുഴുവൻ മതം മാറ്റി, അവിടെ വേറെ ആളുകളൊന്നും ഇല്ലാതായി. 7,000 മുസ്ലിം കുടുംബങ്ങളെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചു, സെറ്റിൽ ചെയ്തു പുറത്തുനിന്ന്. ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട് പലയിടത്തും നടക്കുന്നുണ്ട്. കാലത്ത് മാത്രമല്ല, പൂർവ്വ മാതൃകകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഔറംഗസേബിൻ്റെ കാലത്തൊക്കെ പോലെ 7,000 മുസ്ലിം കുടുംബങ്ങളെ കൊണ്ടുവന്നു. ഇത് നമ്മൾ ഈ കർണൂലിൻ്റെ നവാബ് പറയുന്നതാണ്. ഇതിൽ കൂടുതൽ പിൽക്കാലത്ത് കൊണ്ടുവന്നുണ്ടാവും. ഇത് എഴുതി വെക്കുന്ന ജേണല് ഒരു പീരിയഡിൽ ചെയ്യുന്നതാണല്ലോ, പിന്നീട് സംഭവിച്ചിട്ടുണ്ടാവും. ഷെയ്ഖ് സയ്യദ് കുടുംബങ്ങളെയാണ് കൊണ്ടുവന്ന് പാർപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വരേണ്യ മുസ്ലിങ്ങളെയാണ് കൊണ്ടുവന്നത് എന്നർത്ഥം. 1780കളിൽ കൂർഗ് കലാപം ഒതുക്കാൻ 60,000 70,000 കൂർഗികളെ ശ്രീരംഗപട്ടണത്ത് തടവിലാക്കി. ഇവർ കലാപം ചെയ്തു, ഇവരെ തടവിലാക്കി. 70,000-ഓളം ടിപ്പുവിനെ പ്രതിരോധിച്ചു. അപ്പോൾ 24 വയസ്സുള്ള ദൊഡ്ഡവീര രാജേന്ദ്രയാണെന്ന് കൂർഗിലെ രാജാവ്. ദൊഡ്ഡവീര രാജേന്ദ്രയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അദ്ദേഹത്തിനെ തടവിലാക്കി. അദ്ദേഹം തടവ് ചാടി, ദൊഡ്ഡവീര രാജേന്ദ്ര. 1799 ശ്രീരംഗപട്ടണം പിടിച്ചപ്പോൾ മാത്രമാണ് ഈ കൂർഗിനോടുള്ള ക്രൂരത അവസാനിച്ചത്. ഈ മംഗലാപുരം ക്രിസ്ത്യാനികളോടും കൂർഗികളോടും ഈ ക്രൂരത അവസാനിപ്പിച്ചത് 1799 കൊല്ലപ്പെടുമ്പോൾ മാത്രം, കൊല്ലപ്പെട്ട ശേഷം മാത്രമാണ് നിലയ്ക്കുന്നത്. അല്ല, ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ രാമേന്ദ്ര സാർ പറഞ്ഞതുപോലെ ആധികാരികമായ പുസ്തകങ്ങൾ, രേഖകൾ, അതും ടിപ്പുവിൻ്റെ സദസ്യനായിരുന്ന ആളെഴുതിയ പുസ്തകങ്ങൾ, അതെല്ലാം കോട്ട് ചെയ്താണ് പറയുന്നത്. അതുകൂടാതെ മലബാറിലുടനീളം സഞ്ചരിച്ചാൽ ടിപ്പു ആക്രമിച്ച ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഉണ്ട്. തളിപ്പറമ്പ് ശ്രീരാജരാജേശ്വര ക്ഷേത്രം ഉൾപ്പെടെ അതിൻ്റെ അടയാളങ്ങളുമായി ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അറിയാം. എന്നിട്ട് വളരെ വ്യാപകമായി മലബാർ മേഖലയിൽ ഹിന്ദുക്കളെ മതം മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വമേധയാ ഹിന്ദുക്കൾ എന്തായാലും ഇസ്ലാം മതം സ്വീകരിക്കത്തില്ല. ഒരു പടയോട്ടം വരുമ്പോൾ മതം മാറ്റം ഉണ്ടാവുന്നത് അയാളിൽ ആകൃഷ്ടനായിട്ടല്ല. കാരണം പടയോട്ടം വരുന്നത് ആക്രമിച്ച് നശിപ്പിക്കാനും കൊല്ലാനുമാണ്. അപ്പോൾ അതിനെ സ്വാഗതം ചെയ്താലും മതം മാറില്ല. അപ്പോൾ ഭയന്നിട്ടാണ്. അങ്ങനെ മതം മാറി നമ്മുടെ വടക്കൻ ഭാഗത്തുള്ള പല ജില്ലകളിലെയും ജനസംഖ്യ പോലും മാറി മറിഞ്ഞത് ടിപ്പുവിൻ്റെ അധിനിവേശം കൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചരിത്രരേഖകൾ, ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും അവശിഷ്ടങ്ങൾ, അനുഭവസ്ഥർ തലമുറകളിലേക്ക് കൈമാറിയ അനുഭവ കഥകൾ, ഇതൊക്കെ ഉണ്ടായിട്ടും വെള്ളയുടെ ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, NN നമ്പൂതിരി കമ്പൈൽ ചെയ്തത്. ഇതെല്ലാം ഉണ്ടായിട്ടും ചില ആളുകൾ ഇപ്പോഴും പറയുക ടിപ്പു വീരനായകരാണ്, ഈ പറയുന്നതൊക്കെ കള്ളമാണ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു നിഷ്പക്ഷനോ മനുഷ്യസ്നേഹിയോ ആണെങ്കിൽ ഒരു നരാധവൻ അയാൾ കാട്ടിക്കൂട്ടിയ അക്രമങ്ങളെ തള്ളിപ്പറയാണ് വേണ്ടത്. പക്ഷേ എൻ്റെ മതക്കാരനാണ് എന്നതുകൊണ്ട് ഞാൻ അയാളെ വെള്ളപൂശും എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന കുറേ ആളുകളാണ് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കുകയും. സാറെന്താണ് ആർത്താറ്റുപള്ളിയുടെ കാര്യം പറയാത്തതെന്ന് എന്നോട് ചോദിച്ചിരുന്നു ചില ആളുകൾ. ഞാനത് ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഭാഗത്തേക്ക് വെച്ചിരിക്കുകയായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഇത്രയും മംഗലാപുരത്തെ കത്തോലിക്കരെ മുഴുവൻ കൊന്നൊടുക്കുകയും ഇസ്ലാമിലേക്ക് മതം മാറ്റുകയും ചെയ്ത ഒരാളെ പറ്റിയാണ് നമ്മൾ. അതെ, ഇതൊരു തക്കിയാണ്. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ കുറ്റം ചെയ്താൽ
നമ്മളത് സമ്മതിക്കരുത്. അതിനെ വെള്ളപൂശണം. ഇത് കാലത്ത് നടക്കുന്നതാണ്. അതുകൊണ്ട് കള്ളക്കടത്ത് നടത്തിയാൽ നമ്മൾ തള്ളിപ്പറയത്തില്ല, മയക്കുമരുന്ന് വിറ്റാൽ നമ്മൾ തള്ളിപ്പറയത്തില്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തിയാൽ നമ്മൾ തള്ളിപ്പറയത്തില്ല, അൽഖയ്ദയിൽ അംഗമായാൽ തള്ളിപ്പറയില്ല. പറ്റുമെങ്കിൽ അതിനെ വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കും. അത് ചരിത്ര നിരാസമാണ് നമ്മൾ പറയുന്നത്. രാമേന്ദ്ര സാർ പറയുന്ന ഈ കഥകളെന്ന് പറയാൻ പാടില്ല, ചരിത്രമാണ്. ചരിത്രം കഥ പോലെ പറയുന്നു, അത്രയേ ഉള്ളൂ. ചരിത്ര കഥകളുമല്ല, ചരിത്രം കഥ പോലെ അവതരിപ്പിക്കുകയാണ്. ടിപ്പുവിൻ്റെ ക്രൂരതയുടെ കഥകൾ വീണ്ടും തുടരും. അടുത്ത എപ്പിസോഡുമായി കഥയമമയിൽ നാളെ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.